ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഇയറിൽ നടന്ന മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സെക്കൻഡ് സെം BBA മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ വർഷം വാല്യുവേഷന് പോയ സമയത്ത് കിട്ടിയിരിക്കുന്ന ഒരു പേപ്പർ ആൻസർ കീയോട് കൂടിയിട്ടുള്ളതാണിത്. അപ്പോൾ അതിൽ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അതിന് ശേഷം ആൻസർ കീ കൂടി ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ചോദിച്ചിരുന്നത് വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റിംഗ് മയോപ്പിയ. അതായത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് കുറച്ച് പുതിയതായിട്ടുള്ള വേർഡ്സുകൾ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതിലിപ്പോൾ എന്തൊക്കെ വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ വൈറൽ മാർക്കറ്റിംഗ് എന്താണ്, അതേപോലെ സോഷ്യൽ മാർക്കറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് വരുന്ന പോയിന്റുകളിലൊക്കെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ പോയാലും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1-2 ക്വസ്റ്റ്യൻ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നൊരു ക്വസ്റ്റ്യനും വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റിംഗ് മയോപ്പിയ, ഹു ഈസ് എ റീറ്റെയിലർ. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഒന്ന് പറയുകയാണ്. അതിന് ശേഷം നമുക്ക് ആൻസർക്ക് വിശദമായി നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ബ്രാൻഡ് ഇക്വിറ്റി, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ പേഴ്സണൽ സെല്ലിങ്, channel of distribution, product life cycle. What do you mean by buying motive? List out the components or elements of marketing mix. Define consumer behavior. What is meant by market segmentation? What is a product mix? What do you mean by skimming pricing policy or technique? What is email marketing? What do you mean by a brand mark? അപ്പോൾ നിങ്ങൾ ഈ ഒരു 15 ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു 3/4 ഭാഗവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ 3 ദിവസങ്ങളിലായിട്ട് 20 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. നമ്മളിതിൽ ഈ പറഞ്ഞിരിക്കുന്ന 15 ക്വസ്റ്റ്യനിൽ ബ്രാൻഡ് മാർക്ക് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ കാണാത്തതുള്ളൂ. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് മയോപ്പിയും ബാക്കിയെല്ലാം നമ്മൾ കണ്ട അല്ലെങ്കിൽ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ട്, 5 മാർക്കിനും എസ്സേയിലൊക്കെ നമ്മളിത് കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് അതെന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കുക. അതിനോട് അടുത്ത് നിൽക്കുന്ന പോയിന്റുകളും ഒന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതിൽ 16ാമത്തെ ക്വസ്റ്റ്യനിൽ പറയാം, ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് പാക്കേജിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട്. ഇത് നമുക്ക് വന്ന് കണ്ടിട്ടില്ല, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ടുകൾ എന്നുള്ളത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ഇ മാർക്കറ്റിംഗ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ യൂസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഈ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. പാട്രണേജ് ബൈയിങ് മോട്ടീവ് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ബൈയിങ് മോട്ടീവ് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു വേരിയസ് ടൈപ്പ് അതൊന്നും ഇതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് എനി 5 ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ്. ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇതുവരെയ്ക്ക്. വാട്ട് ഡു യു മീൻ ബൈ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി. പ്രൈസിങ്ങിൽ നിന്നും ആകെ നമുക്ക് സൈക്കോളജിക്കൽ പ്രൈസിങ്ങും മാത്രമാണ് ചോദിച്ചു കണ്ടിട്ടുണ്ടായുള്ളൂ. ഇപ്രാവശ്യം ഒന്ന് മാറി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസികൾ എന്താണെന്നുള്ളതും അതിൻ്റെ മെത്തേഡൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് കുറച്ചും കൂടി ഒരു പുതിയ മാറ്റത്തിലേക്ക് അവർ വന്നിട്ടുണ്ട്, മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിനെക്കുറിച്ചൊക്കെ എഴുതുക. അപ്പോൾ കുറച്ചൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്. ഇനി എസ്സേയിലേക്ക് പോവുകയാണെങ്കിൽ 24ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലേഴ്സ്. ഇത്ര 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയപ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു പോയിന്റ് ആണ് റീറ്റെയിലർ ആരാണ്, അവരുടെ ഫങ്ഷൻ എന്താണ്, അഡ്വാൻറ്റേജ് എന്താണ്, ഫങ്ഷൻ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ജസ്റ്റ് ഹോൾസെയിലറുടെ ഫങ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അവർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദെയർ സർവീസസ് ടു ദ റീറ്റെയിലേഴ്സ്. ഈ ഹോൾസെയിലേഴ്സിൻ്റെതാണ് ആര് പർച്ചേസ് ചെയ്യുന്നത്, റീറ്റെയിലേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സിന് ഇവർ എന്തൊക്കെ ഹെൽപ്പാണ്, സർവീസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറി പിടിച്ചിട്ടുണ്ട്. എസ് എ ക്വസ്റ്റ്യനിൽ റീറ്റെയിലറെ വിട്ട് ഹോൾസെയിലറേക്ക് വന്നിട്ടുണ്ട്.
എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റേഷൻ ഒന്നുമില്ല. ഓൾസോ ഇറ്റ്സ് അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻ. റൈറ്റ് എ ഡീറ്റെയിൽ നോട്ട് ഓൺ ഇവല്യൂഷൻ ഓഫ് ദ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ഒരു ഇവല്യൂഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് മെൻ ബൈ സെയിൽസ് പ്രൊമോഷൻ, വേരിയസ് കൈൻഡ്സ് ഓർ ടൈപ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ്റെ ആ 3 മെത്തേഡ് ഉണ്ട്, കസ്റ്റമർ ബേസ്ഡ് ആയിട്ടും ട്രേഡ് ബേസ്ഡ് ആയിട്ടുള്ളതും സെയിൽസ് ഫോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ളത്, ആ 3 അതിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത വീഡിയോയിലാണ് കസ്റ്റമർ ബേസ്ഡ് ആയിട്ട് വരുന്ന സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കൽ ഒരു 10-16-17 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് സെയിൽസ് പ്രൊമോഷൻ്റെ ഈ 3 മെത്തേഡാണ്. അപ്പോൾ ആ 3 മെത്തേഡിൻ്റെ സബ് പോയിന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വിശദീകരിച്ച് എഴുതിയാൽ മാത്രമാണ് നമുക്ക് എസ് എ. അപ്പോൾ എസ് എ പാർട്ടിൽ ഒരു റിപ്പീറ്റേഷൻ ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ വേരിയേറ്റ് ചെയ്ത് തുടങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിരുന്നാലും നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച ഒരാളെ സംബന്ധിച്ചോളം, കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച ഒരാളെ സംബന്ധിച്ചോളം ആദ്യത്തെ പാർട്ട് വളരെ ഈസിയാണ്. എനിക്ക് തോന്നുന്നു 2 ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കി 13 ക്വസ്റ്റ്യൻ വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് പാർട്ടും ആൻഡ് എസ് എ പാർട്ടും ഒക്കെ ആണെങ്കിലും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച ഒരാൾക്ക് നന്നായിട്ട് തന്നെ ഒരു 50 മാർക്ക് വരെ നേടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. ഏറ്റവും മിനിമം ലെവലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ അതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും അത് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. ഇനി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വാല്യുവേഷന് പോയ സമയത്ത് കിട്ടിയ ആൻസർ കീ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. ആൻസർ കീസ് എല്ലാം ഇവിടെ നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മളോട് അപ്പോൾ ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഒന്ന് ഇട്ടത്. ഇനീഷ്യലി ദ ടേം മാർക്കറ്റ് മയോപ്പിയ, എന്തിനാണ് മാർക്കറ്റ് മയോപ്പിയ എന്ന് പറയുന്നത്, വാസ് പ്ലോട്ടഡ് ബൈ ദ തിയോഡർ ലെവിറ്റ് ഇൻ ദ മാർക്കറ്റിംഗ് പേപ്പർ. മാർക്കറ്റിംഗ് മയോപ്പിയ ഈസ് ദ ഫെയിലിയർ ആൻഡ് narrow-minded approach of marketing management of a company which only focuses on certain attributes of the product or service while completely ignoring the long-term goals such as quality, customers need, demand and satisfaction. Marketing myopia suggests that business will do better in the long term if they concentrate on meeting the utility of a product or good rather than just trying to sell their products. അപ്പോൾ ഇതൊരു പുതിയ ടേം ആയതുകൊണ്ട് മയോപ്പിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാഴ്ചക്കുറവ്, കാഴ്ച പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പോൾ ഇവിടെ മാർക്കറ്റ് മയോപ്പിയയിൽ എന്താ പ്രത്യേകത, ഈ ഒരു വേർഡ് ആദ്യമായിട്ട് പറഞ്ഞ തിയോഡർ ലെവിറ്റ് ആണ്, മാർക്കറ്റിംഗ് പേപ്പറിലാണ് കൊണ്ടുവന്നത്. ഇതിൽ പറയുന്നത് ഫെയിലിയർ ആൻഡ് നാരോ മൈൻഡഡ് അപ്രോച്ച് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ തോൽവിയും അല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതിയെ തന്നെയാണ് മാർക്കറ്റ് മയോപ്പിയ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് certain attributes of the product or service while completely ignoring the long-term goals such as product quality, customers need, demand and satisfaction. ഇവിടെ കമ്പനി എന്താ ചെയ്യുന്നത്, കമ്പനിയുടെ ലോങ് ടേം ഗോളുകളായിട്ടുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റിയോ കസ്റ്റമറുടെ നീഡോ ഡിമാൻഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷനോ ഇതിനെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് മറ്റു ചില ആട്രിബ്യൂട്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് മയോപ്പിയ സജസ്റ്റ് ദ ബിസിനസ് വിൽ ഡു ബെറ്റർ ഇൻ ദ ലോങ് ടേം ഇഫ് ദേ കോൺസെൻട്രേറ്റ് ഓൺ മീറ്റിംഗ് ദ യൂട്ടിലിറ്റി ഓഫ് എ പ്രോഡക്റ്റ് ഓർ ഗുഡ് റാദർ ദാൻ ജസ്റ്റ് ട്രൈങ് ടു സെൽ ദെയർ പ്രോഡക്ട്സ്. അവരുടെ പ്രോഡക്റ്റ് വെറുതെ വിൽക്കുക എന്നുള്ളതല്ല, അതിനൊരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്
ആരെയാണ് റീറ്റെയിലർ എന്ന് പറയുന്നത്? നമുക്കറിയാം സ്മോൾ ട്രേഡർ ഹൂ ബൈസ് ഗുഡ്സ് ഫ്രം ദ ഹോൾസെയിൽ ട്രേഡർ. അത്രയെങ്കിലും അത് മനസ്സിലാക്കി വയ്ക്കുക. മാനുഫാക്ചർ ചെയ്ത ആളുകളിൽ നിന്ന് ഹോൾസെയിലേഴ്സ് വാങ്ങുന്നു, ഹോൾസെയിലറിൽ നിന്ന് റീറ്റെയിലർ വാങ്ങുന്നു, റീറ്റെയിലർ അതിന്റെ കൺസ്യൂമർക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. സോ റീറ്റെയിലേഴ്സ് ആർ എ പാർട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം കോൾഡ് സപ്ലൈ ചെയിൻ. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു അത്. അപ്പോൾ അതൊക്കെയാണ് ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇല്ലാന്ന് പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റിംഗ് എന്നൊരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും നിങ്ങളൊരു ഐഡിയ ആ ടേം കേൾക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ വരുമെന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. റീറ്റെയിലർ പർച്ചേസ് ഗുഡ്സ് ഓർ പ്രോഡക്ട്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫ്രം മാനുഫാക്ചേഴ്സ്. ഇവർ മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന്, അതായത് മാനുഫാക്ചറിൽ നിന്ന് നല്ല രീതിയിൽ വാങ്ങിയിരിക്കുന്ന ആരാ? ഹോൾസെയിലേഴ്സ് ആണ്. ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ ഇവർ ബൾക്കായിട്ട് വാങ്ങിയിട്ട് ഇവർ സ്മോൾ ക്വാണ്ടിറ്റിയാണ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന ഒരു നിശ്ചിത ലാഭത്തിൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്ന അഡ്വർടൈസിങ് ആണ്. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ? കസ്റ്റമറുടെ അറ്റൻഷൻ നേടിയെടുക്കുക. കാരണം അവരുടെ പ്രൊഡക്റ്റോ സർവീസോ ഒരു മാസ് മീഡിയ വഴി അറ്റൻഷൻ നേടിയെടുക്കുക. അതൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. എംപ്ലോയീസ് ഓപ്പൺലി സ്പോൺസർഡ് നോൺ പേഴ്സണൽ മെസ്സേജ് ആണ്. അത് പ്രൊഡക്റ്റോ സർവീസോ ഐഡിയനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതാണ് അഡ്വർടൈസിങ്. ബ്രാൻഡ് ഇക്വിറ്റി, നിങ്ങൾ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ വാല്യൂ പ്രീമിയം ദാറ്റ് എ കമ്പനി ജനറേറ്റ് ഫ്രം പ്രോഡക്റ്റ് വിത്ത് റെക്കഗ്നൈസബിൾ നെയിം. അതായത് മറ്റുള്ളവരാൽ തിരിച്ചറിയപ്പെടുന്ന ഒരു നെയിം കൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുക അല്ലേ? കമ്പയർ ടു എ ജനറിക് ഇക്വലന്റ്. കമ്പനീസ് ക്യാൻ ക്രിയേറ്റ് ബ്രാൻഡ് ഇക്വിറ്റി ഫോർ ദെയർ പ്രോഡക്ട്സ് ബൈ മേക്കിംഗ് ദം മെമ്മറബിൾ, ഈസിലി റെക്കഗ്നൈസബിൾ ആൻഡ് സുപ്പീരിയർ ഇൻ ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി. ഇങ്ങനെ ഒരു ബ്രാൻഡ് ഇക്വിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് ക്രിയേറ്റ് ചെയ്യല അവരുടെ പ്രൊഡക്റ്റ് എളുപ്പത്തിൽ ഓർത്ത് വെക്കാനും എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനും സുപ്പീരിയർ ക്വാളിറ്റി റിലയബിലിറ്റി ഒക്കെ കൊണ്ടുവരാൻ എല്ലാം അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് പേഴ്സണൽ സെല്ലിംഗ് എന്താണ്? പേഴ്സണൽ സെല്ലിംഗ് എന്താ? പേഴ്സണൽ സെല്ലിംഗ് ഇതൊരു തരം ടൈപ്പ് ഓഫ് പ്രൊമോഷൻ ആണ്. ഇവിടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അവരുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ്ലി അവിടെ പോയി വിസിറ്റ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. ഇതിന് തന്നെയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് നെറ്റ്വർക്ക് സിസ്റ്റം ആണ്. ഏജൻസീസും ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഒരു കോമ്പിനേഷനോ അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും ഒരു പ്രൊഡ്യൂസർ വിത്ത് യൂസേഴ്സ് ആൻഡ് യൂസേഴ്സ് വിത്ത് പ്രൊഡ്യൂസേഴ്സ് ടു അക്കംപ്ലിഷ് ദ മാർക്കറ്റിംഗ് ടാസ്ക്. ഈ രണ്ടാളുകളെ കൂട്ടിമുട്ടിക്കുന്നതിൽ ഏറ്റവും വലിയ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഇടനിലക്കാരനെയാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫിലിപ്പ് കോട്ട്ലറുടെ ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. It is a set of independent organizations involved in process of making a product or service available for use of consumption. നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ള പ്രൊഡക്റ്റോ സർവീസോ ജനങ്ങളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻസ് ഇൻവോൾവ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുന്ന ആ പ്രോസസ്സിനെ തന്നെയാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജസ് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ, ലാസ്റ്റ് ഒരു ഡെത്ത് കൂടി പറയുന്നുണ്ട്. നോ പ്രോബ്ലം. ബൈയിങ് മോട്ടീവ്സ് എന്താന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഒരു വ്യക്തി വാങ്ങാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്ന പല തരത്തിലുള്ള ആ ഒരു ഫീലിങ്സ് അല്ലേ? ഫീലിംഗ് ആവാം, ഇൻസ്റ്റിങ്ക്റ്റ് ആവാം, ഡിസയർ ആവാം, ഇമോഷൻ ആവാം, എന്ത് തന്നെ ആയാലും ആ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് അവർ എത്തിക്കുന്നു. അതൊരു മോട്ടീവ്സ് ആണ്. ഓക്കെ. ഇനി എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം 4 P's ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു 4 പുതിയ പോയിന്റുകൾ കൂടി അതിനോടൊപ്പം ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാർക്കിനനുസരിച്ചിട്ട് വേണം എഴുതാൻ. 4 P's 2 മാർക്കിനൊക്കെ വെച്ചാൽ പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ, ഇത് മാത്രം എഴുതിയാൽ മതിയാവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കൺസ്യൂമർ ബിഹേവിയർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കൺസ്യൂമർ ബിഹേവിയർ പറഞ്ഞാൽ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസും ഗുഡ്സ് ആൻഡ് സർവീസ് അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളെ ബേസ് ചെയ്തിരിക്കുന്നു. കൺസ്യൂമർ ബിഹേവിയർ പറഞ്ഞാൽ എന്താ? ഇസ് ദ സ്റ്റഡി. ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? ഹൗ പീപ്പിൾ മേക്ക് ഡെസിഷൻ അബൌട്ട്, എങ്ങനെയാണ് ജനങ്ങൾ ഡെസിഷൻ എടുക്കുന്നത് എന്തിനെക്കുറിച്ച്? വാട്ട് ദേ ബൈ, എന്ത് വാങ്ങണം, എന്താണ് അവരുടെ ആഗ്രഹം, എന്താണ് അവരുടെ ആവശ്യം, ആക്ട് റിഗാർഡിംഗ് ടു എ പ്രൊഡക്റ്റ്, സർവീസ്, കമ്പനി, ഇതൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തി ചെയ്യുന്നത്. അതിന് തന്നെയാണ് ആ ബിഹേവിയർ പഠിക്കുക എന്ന് പറയുന്നത്.
It is a critical to understand consumer behavior to know how potential customers will respond to a new product or service. ഒരു പുതിയ പ്രൊഡക്റ്റോ സർവീസോ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതിനോട് എങ്ങനെയാണ് അവരുടെ റെസ്പോൺസ് എന്ന് തന്നെയാണ് ഒരു സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇപ്പോൾ ഒന്നും അല്ലെങ്കിലും പിന്നീട് അവർക്കത് മനസ്സിലായിക്കൊണ്ട് മീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി 11ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്ന മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് സെഗ്മെൻറ്റേഷൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അതായത് കൺസ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. ഇവിടെ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യും. എന്തിൻ്റെ ബേസിൽ? ഇൻട്രസ്റ്റ്, നീഡ്, മോട്ടീവ്സ് ഒക്കെ ഉള്ള കൺസ്യൂമേഴ്സിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലി മീൻസ് ഡിവൈഡിങ് ദ മാർക്കറ്റ് ഓർ ഗ്രൂപ്പിംഗ് ഓഫ് കൺസ്യൂമേഴ്സ്. ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിലും ഇതെങ്കിലും എഴുതി വയ്ക്കുക. ഒന്ന് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുക. ആ പ്രോസസ്സിനെ തന്നെയാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ഗ്രൂപ്പിംഗ് ഓഫ് കൺസ്യൂമേഴ്സ് അക്കോർഡിംഗ് ടു സച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ആളുകളെയൊക്കെ നമ്മൾ തരംതിരിക്കുന്നത്? എന്നതിൻ്റെ അടിസ്ഥാനത്തിലാവുന്നില്ലെങ്കിൽ അവരുടെ ഇൻകം, ഏജ്, റേസ്, എഡ്യൂക്കേഷൻ, സെക്സ്, ജോഗ്രഫിക് ലൊക്കേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കൺസ്യൂമേഴ്സിനെ നമ്മൾ വേർതിരിക്കുന്ന ഒരു അവസ്ഥയെ തന്നെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കും പ്രൊഡക്റ്റ് മിക്സ് ആണ്. പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് ലൈൻ സോൾഡ് ബൈ എ കമ്പനി ഈസ്, ഇത് ഞാൻ പറഞ്ഞായിരുന്നു പ്രൊഡക്റ്റ് ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിരുന്നു. പ്രൊഡക്റ്റ് മിക്സ് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് മിക്സ്, ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ലൈൻസ്. ഒരു കമ്പനി മൊത്തത്തിൽ സെയിൽ ചെയ്യാൻ വേണ്ടി എത്രത്തോളം അവരുടെ പ്രൊഡക്റ്റ് ലൈൻ യൂസ് ചെയ്യുന്നത് അതിനെ തന്നെയാണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ഈസ് റെഫർ ടു ആസ് എ വിഡ്ത്ത് ഓഫ് പ്രൊഡക്റ്റ് മിക്സ്. പ്രൊഡക്റ്റ് മിക്സിൻ്റെ ആ ഒരു വിഡ്ത്ത്, ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് സോൾഡ് ഇൻ ഓൾ ലൈൻസ് ഈസ് റെഫർഡ് ആസ് ലെങ്ത് ഓഫ് ദ പ്രൊഡക്റ്റ് മിക്സ്. ഇത്രയേ ഉള്ളൂ. കമ്പനി മൊത്തത്തിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് സെയിലിന് വേണ്ടിയിട്ട്, ആ ടോട്ടൽ ലിസ്റ്റ് തന്നെയാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് പ്രൈസ് സ്കിമ്മിങ് ആണ്. സ്കിമ്മിങ് നമ്മൾ പറഞ്ഞു, പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 2 തരത്തിലുള്ള സ്ട്രാറ്റജിയാണ്, സ്കിമ്മിങ് പ്രൈസിങ്ങും പെനിട്രേഷൻ പ്രൈസിങ്ങും. ഇവിടെ പ്രൈസ് സ്കിമ്മിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ആയിട്ട് ചാർജ് ചെയ്യുക അല്ലേ. ഈ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ചെയ്യുമ്പോൾ ഫേം ഇനീഷ്യൽ പ്രൈസിൽ തന്നെ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത്. ഗ്രാജുവലി ലോവർ ദ പ്രൈസ് ടു അട്രാക്ട് മോർ പ്രൈസ് സെൻസിറ്റീവ് കസ്റ്റമേഴ്സ്. കുറച്ചുകൂടി പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി പിന്നീടായിരിക്കും അതിൻ്റെ ആ ഒരു പ്രൈസ് അവിടെ കുറച്ച് കൊണ്ടുവരുന്നത്. ഈ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് മൂവേഴ്സ് ഹു ഫേസസ് ലിറ്റിൽ നോ കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ആ ഒരു തരം കമ്പനികൾക്കൊക്കെയാണ് ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് വിച്ച് വാസ് ഇലക്ട്രോണിക് മെയിൽ ആസ് ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് കൊമേഴ്ഷ്യൽ ഫണ്ട് റേസിംഗ് മെസ്സേജസ് ടു എൻ ഓഡിയൻസ്. ഓഡിയൻസിന് ഫണ്ട് റേസിംഗ് മെസ്സേജോട് കൂടിയിട്ട് കൊമേഴ്ഷ്യലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മാർക്കറ്റിംഗ് രീതിയെ തന്നെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ബ്രോഡസ്റ്റ് സെൻസിൽ പറയുകയാണെന്ന് വെച്ചാൽ എല്ലാ കസ്റ്റമർക്കും അവരെന്ത് ചെയ്യുന്നുണ്ട്? മെയിൽ ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട്. ഇമെയിൽ മാർക്കറ്റിംഗിൽ ആക്ട് ഓഫ് സെൻഡിങ് എ കൊമേഴ്ഷ്യൽ മെസ്സേജ് ടിപ്പിക്കലി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ യൂസിങ് ഇമെയിൽ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഇമെയിൽ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ പേഴ്സണൽ ഐ ഡിയിലേക്ക് കൊമേഴ്ഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതുവരെ ചോദിച്ച് കാണാത്തൊരു ക്വസ്റ്റ്യനാണ് ബ്രാൻഡ് മാർക്ക് എന്താണെന്നുള്ളത്. ബ്രാൻഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബ്രാൻഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ, എലമെൻറ്റ്, ആർട്ട് ഡിസൈൻ, വിഷ്വൽ ഇമേജ്, എന്താണെങ്കിലും മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റിൽ നിന്നും നമ്മുടെ കമ്പനീനെ വേർതിരിച്ച് കാണിക്കുന്ന എന്ത് തന്നെയാണെങ്കിലും ബ്രാൻഡ് മാർക്ക് എന്ന് പറയാം. ബ്രാൻഡ് മാർക്സ് ആർ വിഷ്വൽ ഇമേജസ്, കാണാൻ പറ്റുന്ന ഇമേജ് ആൻഡ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട് ബ്രാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രാൻഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ചില കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആ കമ്പനിയുടെ ലോഗോ അല്ലെ, അതിൻ്റെ കളറ്, അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ പിക്ചറൊക്കെ അതിലുണ്ടായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. കാരണം ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ബ്രാൻഡിങ് എന്താണെന്ന് തന്നെ ചോദിച്ചിരിക്കുന്നത്. അവിടെ ഒരു മാർക്ക് കൂടി വന്നു. ആ മാർക്ക് എന്തൊക്കെയാണ്? അതിൻ്റെ വേർഡ്സോ സിമ്പലോ കളറോ ഡിസൈനോ പിക്ചറോ എന്തും ആവാം. ഓക്കെ, ഇനി പാർട്ട് ബിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ബെനിഫിറ്റ്സ് ഓഫ് പാക്കേജിങ്, അഡ്വാൻറ്റേജസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റാണ്. കാരണം ഡാമേജ് ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക, പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക, സ്റ്റോറേജ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, ബ്രാൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, ഗുഡ് വിൽ എൻഹാൻസ് ചെയ്യുക, സൈലൻറ്റ് സെയിൽസ്മാൻ ആണ്, ഈസി ഡിസ്പ്ലേ ഉണ്ട്, കൺവീനിയൻറ്റ് ഹാൻഡ്ലിംഗ് ഉണ്ട്, ലെസ് പ്രോബബിലിറ്റി ഓഫ് അഡൾട്രേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
കാണാത്ത ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോസ് കൂടി ഒന്ന് കാണുക കേട്ടോ. കാരണം അതിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഇതൊന്ന് പഠിച്ചു വയ്ക്കുന്ന പോയിന്റ് ഡിസ്കൗണ്ടുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. ദിസ് ഈസ് ദ ഡിസ്കൗണ്ട് മെയ്ഡ് ഓൺ ദ ലിസ്റ്റ് പ്രൈസ് ഫോർ സർവീസ് മെയ്ഡ് അവൈലബിൾ ബൈ ദ ഇന്റർമീഡിയറി. ഇന്റർമീഡിയറിക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? ലിസ്റ്റ് പ്രൈസ് എന്താണോ ആ ഒരു പ്രൈസിൽ നിന്ന് എമൗണ്ട് കുറച്ചുകൊണ്ട് അവർ പേയ്മെന്റ് വാങ്ങുക. ഇതിനെ തന്നെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഈസ് ഗിവൺ ടു ഇന്റർമീഡിയറി. ആർക്കാണ് ഇത് കൊടുക്കുക? ഇന്റർമീഡിയറീസിനാണ്. കാരണം അവരാണ് ലാർജ് ലോട്ടൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്ന ആളുകൾ. പ്രൊമോഷണൽ ഡിസ്കൗണ്ട്, ദിസ് ഇസ് എ ഡിസ്കൗണ്ട് ഗിവൺ ടു. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് വന്നു, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് വന്നു, പ്രൊമോഷണൽ ഡിസ്കൗണ്ട് ആണ് അടുത്തത് പറയുന്നത്. ദിസ് ഇസ് എ ഡിസ്കൗണ്ട് ഗിവൺ ടു ഡിസ്ട്രിബ്യൂഷൻ ടു എൻകറേജ് ദം ടു ഷെയർ ദ പ്രൊമോഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻവോൾവ്. ഏത് പ്രൊഡക്റ്റ് ആണോ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഷെയർ ചെയ്യാം. ഇനി അടുത്ത ഡിസ്കൗണ്ട് ആണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്, എ സ്മോൾ ക്യാഷ് ഡിസ്കൗണ്ട് ഓൺ സെയിൽസ് ക്യാൻ ബി ഓഫേർഡ്. ക്യാഷ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് തന്നെ പേയ്മെന്റ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ അവർ നമുക്ക് ആ പേയ്മെന്റ് പ്രോംപ്റ്റ് പേയ്മെന്റിന് കൊടുക്കുന്ന ഒരു അംഗീകാരം തന്നെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടിൽ ഏതൊക്കെയാണ്? ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. ഇവിടെ ലാർജ് ക്വാണ്ടിറ്റി ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് കൊടുക്കുന്ന ട്രേഡ് ഡിസ്കൗണ്ട് ആണിത്. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് വരുന്നുണ്ട്, പ്രൊമോഷണൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്, ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ 4 പോയിന്റുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡിഫറൻസ് ആണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഓൺലൈൻ മാർക്കറ്റിങ്ങും തമ്മിലുള്ളത്. ട്രഡീഷണൽ നമുക്കറിയാം ഫിസിക്കൽ ഷോപ്സ് അല്ലെങ്കിൽ ബിൽഡിങ്സ് ആവശ്യമാണ്. അതേപോലെ തന്നെ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഉണ്ടായിരിക്കും സെല്ലറും ബയറും. പിന്നെ നമുക്ക് തൊട്ട് നോക്കാം സാധനങ്ങൾ, നമ്മളത് ഫീൽ ചെയ്തിട്ട് മതി നമുക്കത് വാങ്ങാൻ വേണ്ടിയിട്ട്. ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ വർക്കിംഗ് അവേഴ്സിൽ. പിന്നെ ലിമിറ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സേ ഉണ്ടാവുള്ളൂ. നമ്പർ ഓഫ് ചോയ്സ് ഓഫ് പ്രൊഡക്ട്സ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും. പ്രോബ്ലംസ്, സ്ട്രൈക്ക്, ഹർത്താൽ അതൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇൻസ്റ്റന്റ് പർച്ചേസ് ആൻഡ് ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്റ്റ്. നമ്മൾ പോണു, ഇഷ്ടപ്പെടുന്നു, വാങ്ങുന്നു, അതോടുകൂടി നമ്മൾ അതിൻ്റെ ഓണർഷിപ്പും കൂടി നേടുന്നു. പക്ഷെ അതേസമയം നമുക്ക് ഓൺലൈൻ പർച്ചേസിൻ്റെ ഡിഫറൻസ് പറയുകയാണെന്ന് വെച്ചാൽ എന്താ, മറ്റേ അത് നമുക്ക് സെപ്പറേറ്റ് ബിൽഡിംഗ് കാര്യമൊന്നുമില്ല. വെർച്വൽ ഷോപ്സ് ഒക്കെ ആയിരിക്കും. ഇൻ്റർനെറ്റ് വഴിയല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അവിടെ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. പ്രൊഡക്റ്റ് ഒരിക്കലും നമുക്ക് ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ പറ്റില്ല. അത് പക്ഷേ എപ്പോഴും അവൈലബിൾ ആണ്, 24/7 അവൈലബിൾ ആയിരിക്കും. വേൾഡ് വൈഡ് കസ്റ്റമേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അല്ലാണ്ട് നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള കസ്റ്റമേഴ്സ് മാത്രമായിട്ട് മാറില്ല. അൺലിമിറ്റഡ് ആയിട്ടുള്ള ചോയ്സ് ഇവിടെ ഉണ്ടാവും. പ്രോബ്ലംസ് ലൈക്ക് വൈറസ് അറ്റാക്ക്, ഓൺലൈൻ ഫ്രോഡ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഷുഡ് വെയിറ്റ് ഫോർ 2 to 3 days ഫോർ ഡെലിവറി ഓഫ് ദ ഗുഡ്സ്. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോയി കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങിയിട്ട് ഓണർഷിപ്പ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 2-3 ദിവസം വരെയെങ്കിലും എടുക്കും അത് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിഫറൻസിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പാറ്റർനേജ് മോട്ടീവ് എന്താണെന്നുള്ളത് പറഞ്ഞാൽ പ്രൈസ്, ലൊക്കേഷൻ, ക്വാളിറ്റി, വെറൈറ്റി, സർവീസസ്, പേഴ്സണാലിറ്റി. ഇതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കാം നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനൊരു തീരുമാനം എടുക്കേണ്ടാവുക. അതിനെ തന്നെയാണ് പാറ്റർനേജ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഗുഡ്സ്, സർവീസ്, ഈവൻറ്റ്സ്, എക്സ്പീരിയൻസ്, പേഴ്സൺസ്, പ്ലേസസ്, പ്രോപ്പർട്ടീസ്, ഓർഗനൈസേഷൻ, ഇൻഫർമേഷൻ, ഐഡിയാസ്. അപ്പോൾ ഇതിലൊക്കെയാണ് മാർക്കറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ ഡിഫറൻസസ് ആണ്. ഒരു ഓർഗനൈസ്ഡ്, അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് തമ്മിലുള്ള ഡിഫറൻസുകൾ. ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും അത് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഗവൺമെൻറ്റും മറ്റുള്ള എംപ്ലോയ്മെൻറ്റ് ടേംസിലൊക്കെ ആയിരിക്കും. വർക്കിംഗ് അവേഴ്സ് പെർ ഡേ, ദ സെക്ടർ വർ ഫിക്സഡ്. അപ്പോൾ ടൈമൊക്കെ ഇവിടെ കൃത്യമായി പറയും. അൺഓർഗനൈസ്ഡ് ആണെങ്കിൽ നോട്ട് ഫിക്സഡ്. കണ്ടോ, ആ ഒരു ടൈം പീരീഡ് ഒന്നും ഇവിടെ നോട്ട് ഫിക്സഡ് ആയിരിക്കും. ഓർഗനൈസ്ഡ് റീറ്റെയിൽ സെക്ടർ എപ്പോഴും ഗവേൺ ചെയ്യുന്നത് വേരിയസ് ആക്ട് ലൈക്സ് ബോണസ് ആക്ട്, ഫാക്ടറീസ് ആക്ട്, മിനിമം വേജസ് ആക്ട്, PF ആക്ട് ഒക്കെ പാലിച്ചുകൊണ്ടാണ്. അതേസമയം അങ്ങനെ ഗവൺമെൻറ് ആക്ടുകളെ അൺഓർഗനൈസ്ഡ് റീറ്റെയിലിൽ വരുന്നില്ല. ഇനി അടുത്ത പോയിന്റ് പറയാം, ഗവൺമെൻറ് റൂൾസ് ആർ സ്ട്രിക്ട്ലി ഫോളോഡ് ഇൻ ദ ഓർഗനൈസ്ഡ് റീറ്റെയിൽ സെക്ടർ. ഓർഗനൈസ്ഡ് റീറ്റെയിൽ സെക്ടർ ആണെങ്കിൽ ഗവൺമെൻറ് റൂള് പൂർണ്ണമായിട്ടും പാലിക്കുന്നുണ്ട്. അതേസമയം അങ്ങനെ ഒരു ഗവൺമെൻറ് റൂളൊന്നും ഏതിൽ വരുന്നില്ല? അൺഓർഗനൈസ്ഡ് റീറ്റെയിൽ സെക്ടറിൽ വരുന്നില്ല. ഇനി റെഗുലർ മന്ത്ലി സാലറി എപ്പോഴും എംപ്ലോയീസിന് മന്ത്ലി ബേസിന് കൊടുക്കണം. പക്ഷേ ഡെയിലി വേജസ് ആർ ഗിവൺ ടു എംപ്ലോയീസ്. അൺഓർഗനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഡെയിലി വേജസ്
അന്നന്ന് പണിയെടുക്കുന്നത് അന്ന് തന്നെ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഒരുപാട് പോയിന്റുകളുണ്ട്. ജോബ് സെക്യൂരിറ്റി ഓർഗനൈസ് സെക്ടറിലുണ്ട്, മറ്റേതിലില്ല. വർക്കേഴ്സ് ഓർഗനൈസ് റീറ്റെയിൽ സെക്ടർ പെയ്ഡ് അഡീഷണലി ടു എക്സ്ട്രാ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്. നമ്മുടെ അഡീഷണൽ ആയിട്ട് കൂടി നമുക്ക് വർക്കിംഗ് അവേഴ്സ് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മളെ പ്രൊവിഡന്റ് ഫണ്ടിലേക്കൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. സാലറി എന്ന് പറയുന്നത് ഈക്വൽ ടു സാലറി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെന്റ് ആയിരിക്കും. ഗവൺമെന്റ് പറയുന്ന സാലറിയോട് അതിനോട് അടുത്ത് നിൽക്കുന്ന സാലറി തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻക്രിമെന്റ് അത് റെഗുലർ ബേസിസിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ ഓർഗനൈസ്ഡ് റീറ്റെയിൽ സെക്ടർ ടു ആഡ് ആൻഡ് ബെനിഫിറ്റ്സ് സച്ച് ആസ് പെൻഷൻ. അതായത് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറുള്ള സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ എന്തൊക്കെ ബെനിഫിറ്റ് ആയിട്ടും പെൻഷൻ, മെഡിക്കൽ ഫെസിലിറ്റി, ലീവ് കോമ്പൻസേഷൻ, ട്രാവൽ കോമ്പൻസേഷൻ, ഇതൊക്കെ അവർക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ഇതൊന്നും മറ്റെവിടെ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളൂ. പിന്നെ കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൈസിങ് പോളിസിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇനി നോക്കിക്കോളൂ. ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് എന്തായാലും ഈ ഒരു പാർട്ടിൽ നിന്ന് 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ എസ്എക്ക് വരെ ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസി, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, ടാർഗറ്റ്, മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്, ബ്രേക്ക് ഈവൻ പ്രൈസിങ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസിയിൽ. ഇനി 23ാമത്തെ ക്വസ്റ്റിലേക്ക് പോകുമ്പം ഇതൊക്കെ പുതിയ ടേമുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചോളുക. എന്താണ് MIS, മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? അത് ഇൻഫർമേഷനെ മാനേജ് ചെയ്യുക. ഓക്കെ, ഡിസൈൻ ടു സപ്പോർട്ട് മാർക്കറ്റിംഗ് ഡെസിഷൻ മേക്കിംഗ്. മാർക്കറ്റിംഗ് ഡെസിഷൻ മേക്കിങ്ങിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഇൻഫർമേഷനെ മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി ജോബേഴ്സ് പറയുന്നത് സിസ്റ്റം ഇൻ വിച്ച് മാർക്കറ്റിംഗ് ഡാറ്റ ഈസ് ഫോർമലി, ആ ഡാറ്റ ഗ്യാദർ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അവർ ഇൻഫോർമേഷണൽ നീഡ്സിനൊക്കെ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി ഇൻട്രാക്ടിങ് സ്ട്രക്ചർ ഓഫ് പീപ്പിൾ, എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും, ഇവാലുവേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യും, സോർട്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് പെർട്ടിനന്റ് ടൈംലി ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ ഫോർ യൂസ് ഓഫ് മാർക്കറ്റിംഗ് ഡിസിഷൻ മേക്കർ ടു ഇംപ്രൂവ് ദെയർ മാർക്കറ്റിംഗ് പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ. ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് പാർട്ട് സിയിലേക്ക് വരുമ്പോൾ നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലേഴ്സ്. ഹോൾസെയിലർ എന്തൊക്കെ ഫങ്ഷനാണ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് 8 ഫങ്ഷൻ പറയുന്നുണ്ട്. അസംബിൾ ചെയ്യുന്നുണ്ട്, ബൈ ചെയ്യുന്നുണ്ട്, വെയർഹൗസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫിനാൻസിങ് നടത്തുന്നുണ്ട്, റിസ്ക് ബെയർ ചെയ്യുന്നുണ്ട്, ഗ്രേഡിംഗ് നടത്തുന്നുണ്ട്, പാക്കിംഗ് ആൻഡ് പാക്കേജിങ്, ഡിസ്പോസിങ്, സ്കില്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ. ഇത്രയും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്, 8 ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ടും ഹോൾസെയിലേഴ്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റീറ്റെയിലേഴ്സിന് ഇവർ എന്തൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വാല്യുബിൾ അഡ്വൈസുകൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഹെൽപ്സ് ദ റീറ്റെയിലർ ടു ഗെറ്റ് ഗുഡ് വെരി ഈസിലി ആൻഡ് ക്വിക്കലി. പെട്ടെന്ന് തന്നെ നമുക്കിത് ഈസി ആയിട്ടും ക്വിക്കായിട്ടും ഈ ഗുഡ്സിനെ നമുക്ക് റീറ്റെയിലറെ നിന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാം. ഈ റെൻഡർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ത് കൊടുക്കുന്നുണ്ട്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു ഗുണം. ഹോൾസെയിലർ ബെയർ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഒരു പരിധി വരയ്ക്ക് ഹോൾസെയിൽ ഡീലർ തന്നെയാണ് ഗുഡ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലൊക്കെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ റിസ്ക് സഫർ ചെയ്യാം. ഹോൾസെയിലർ ഹെൽപ്സ് ടു റീറ്റെയിൽ ടു കീപ് പ്രൈസ് സ്റ്റഡി. നമ്മുടെ രാജ്യത്തുള്ള സാമ്പത്തിക അവസ്ഥയും പ്രൈസ് സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ വരുന്നതായിട്ടുള്ള ആക്ടിവിറ്റിയുടെ ബേസിലാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. എങ്ങനെയാണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് ചെയ്യേണ്ടത്? അതിന് കൃത്യമായിട്ട് അവിടെ സ്റ്റെപ്പുകൾ പറയുന്നത്. ആദ്യം നമ്മൾ പ്രോസ്പെക്റ്റിംഗ് കസ്റ്റമറിനെ, ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്. പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ആ കസ്റ്റമറെ പോയി കാണുന്നു, അവരെ അപ്രോച്ച് ചെയ്യുന്നു. അതിനുശേഷം ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതാണ് അപ്രോച്ച് എന്നുള്ളതിൽ. പിന്നെ അതിനെ വെച്ചുകൊണ്ട് നമ്മൾ പ്രസൻറ്റേഷനും വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു കൊടുക്കുക. എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, യൂസേജോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം.
അതിനുശേഷം നമ്മുടെ ഒബ്ജെക്ഷൻസ്, അതായത് ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ബയർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഒരുപാട് എതിർപ്പുകളും ഡൗട്ടുകളും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതിനെയൊക്കെ കൃത്യമായിട്ട് തന്നെ മാനേജ് ചെയ്യുക. അത് അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സെയിലായിരിക്കും അവസാനിക്കുക, ഒരു വിൽപ്പനയിൽ അവസാനിക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റിൽ പറയുന്നത് അതിൻ്റെ മെറിറ്റാണ്. പേഴ്സണൽ സെല്ലിംഗ് ചെയ്യുമ്പോൾ ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, കാരണം ഒറ്റയ്ക്ക് ഒരാൾ ഹാൻഡിൽ ചെയ്യുന്ന എന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനും പറയുന്നതിലൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാനൊക്കെ അവർക്ക് സാധിക്കും. അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും. മിനിമം ബേസ്ഡേ ഉണ്ടാവുള്ളൂ. ഒരു ഫീഡ്ബാക്ക് നമുക്ക് അപ്പോൾ തന്നെ അറിയാം. ക്രിയേറ്റ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ, അപ്പോൾ നല്ല രീതിയിലാണെങ്കിൽ ഒരു നല്ലൊരു ഇംപ്രഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് എക്സ്പെൻസീവാണ്. കാരണം നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ ചിലവാക്കുന്ന ഒരാളുടെ മുമ്പിൽ മാത്രമാണ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് പ്രൊമോഷൻ അല്ലേ അവിടെ വരുന്നത്, ക്വൈറ്റ് എക്സ്പെൻസീവ് ആണ്. ഗെറ്റിംഗ് സെയിൽസ്മാൻ, റിട്ടൈനിങ് ഹിം ഫോർ എ ലോങ് പീരീഡ്, ഇതേ രീതിയിൽ ഒരു സെയിൽസ്മാനെ നമുക്ക് കിട്ടുക, അത് നിലനിർത്തി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ അത്രയും എക്സ്പെൻസീവും ഡിഫിക്കൽട്ടും ആണ്. അതുപോലെ തന്നെ റൈറ്റ് കൈൻഡ് ഓഫ് സെയിൽസ്മാനെ കിട്ടുക എന്നുള്ളതും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. പ്രാക്ടിക്കലി വെരി ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള സെയിൽസ്മാനെ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. പേഴ്സണൽ സെല്ലിങ്ങിൽ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസും ഇംപേഴ്സണൽ സെല്ലിങ്ങിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് പേഴ്സണൽ സെല്ലിങ്ങിലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് 26th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇവല്യൂഷൻ പറയുന്നുണ്ട്. ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. എന്താണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ ഇതിലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ, മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് മാത്രം അവിടെ. അപ്പോൾ കോസ്റ്റൊക്കെ വളരെ കുറച്ച് കൊടുക്കാൻ പറ്റും, കോസ്റ്റൊക്കെ വളരെ കുറവായിരിക്കും. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി അതിനൊക്കെയാണ് കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ സെല്ലിംഗ് കൺസെപ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാക്കുന്നതിനേക്കാൾ ഉപരി മാക്സിമം അത് വിറ്റഴിക്കാനുള്ള ഒരു ടെൻഡൻസി. മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പം കൺസ്യൂമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് അവരുടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് മാറുക. ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നത്, അല്ലാണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഇവല്യൂഷൻ. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റിലേക്കാണ്. അതായത് ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ദേ ഹാവ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ അവർ സാധിച്ചു കൊടുത്താൽ മാത്രമാണ് അവർക്ക് മാർക്കറ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 27th സെയിൽസ് പ്രൊമോഷൻ എന്താണെന്നുള്ളത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. AMAയുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. സെയിൽസ് പ്രൊമോഷൻ ഈസ് ദോസ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി അതർ ദാൻ പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റി ദാറ്റ് സ്റ്റിമുലേറ്റ് കസ്റ്റമർ പർച്ചേസിംഗ് ആൻഡ് ഡീലർ ഇഫക്റ്റീവ്നെസ് സച്ച് ആസ് ഡിസ്പ്ലേ, ഷോസ്, എക്സിബിഷൻസ്, ഡെമോൺസ്ട്രേഷൻസ്, വേരിയസ് നോൺ റിക്കറൻറ്റ് സെല്ലിംഗ് എഫേർട്ട് ഇൻ ദ ഓർഡിനറി റുട്ടീൻ. അപ്പോൾ സെയിൽസ് പ്രൊമോഷനിൽ എന്താ ചെയ്യുന്നത്, ഒരു എക്സ്ട്രാ വാല്യൂ ഓഫർ ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമറെ ഇൻഡ്യൂസ് ചെയ്യുക, ഡീലറെയോ സെയിൽസ് ഫോഴ്സിനെയോ ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുക വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് ഇമ്മീഡിയറ്റ് സെയിൽസ്. പെട്ടെന്ന് തന്നെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിൽ ഉൾപ്പെടുന്ന ഈ വിഭാഗങ്ങളെയൊക്കെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെയിൽസ് പ്രൊമോഷൻ. അപ്പോൾ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ്, ആ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ടിവിറ്റീസും അവിടെ ഉണ്ട്. ഇനി കൈൻഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ഞാൻ പറഞ്ഞിരുന്നു 3 ടൈപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞത് ഓർമ്മയാണല്ലോ. കൺസ്യൂമർ പ്രൊമോഷൻ, കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്കാണ് കൊടുക്കുന്നത്, അവർക്ക് സാമ്പിൾസ് കൊടുക്കൂല. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പം ചെറിയൊരു പാക്കറ്റിലാക്കി അതിൻ്റെ സാമ്പിൾ കൊടുക്കുക, അല്ലെങ്കിൽ അത് നോക്കി മനസ്സിലാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മൾ വലിയൊരു പാക്കറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ സാമ്പിൾസ് ഒക്കെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മളെ ആലോചിച്ചാൽ മതി, നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ചിലപ്പോൾ സാമ്പിൾ കിട്ടും, കൂപ്പൺസ് കിട്ടും, റിബേറ്റ്, മണി റീഫണ്ട്. ഇപ്പോൾ ചായപ്പൊടിയുടെ പാക്കറ്റൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ അതിൽ 5 രൂപ കൂപ്പൺ ഉണ്ടായിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ അവിടെ കിട്ടുന്നു. അല്ലെങ്കിൽ മണി റീഫണ്ട്, നമ്മൾ വാങ്ങുന്ന അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടുന്നു. പ്രൈസ് പാക്കുകളായിരിക്കും, പ്രീമിയം ഓഫർ ഉണ്ട്, ഡിസ്കൗണ്ടിൽ കൊടുക്കുക, ബൈബാക്ക് അലവൻസ്, ഫ്രീ ട്രയൽ നോക്കാൻ പറ്റുക, പ്രൈസസ്, ബൈ 1 get 1 ഫ്രീ, അങ്ങനെ കുറേ പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ട്രേഡ് പ്രൊമോഷനാണ് രണ്ടാമത്തെ ഒരു സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ പ്രധാനമായിട്ടും പ്രൈസാണ് ഡീൽ ചെയ്യുന്നത്.
ഫ്രീ ഗുഡ്സ് കൊടുക്കുന്നുണ്ടാവും ചിലപ്പം. അതായത് മാനുഫാക്ചർ ചെയ്യുന്ന ഹോൾസെയിലേഴ്സൊക്കെ വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് ഫ്രീ ഗുഡ്സ് കൊടുക്കും, അഡ്വർടൈസിങ് മെറ്റീരിയൽ കൊടുക്കും, ബയ്യിങ് അലവൻസുകൾ കൊടുക്കും, പ്രൊമോഷണൽ അലവൻസുകൾ കൊടുക്കുക, ഡീലർ കോൺടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക, പിന്നെ ട്രേഡ് ഷോസ് ഒക്കെ നടത്തുക, കോപ്പറേറ്റീവ് അഡ്വർടൈസിങ് ഒക്കെ അവിടെ ചെയ്യുന്നതാണ് അടുത്തൊരു കാറ്റഗറിയിലെ ട്രേഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ സെയിൽസ് ഫോഴ്സിൻ്റെ പ്രൊമോഷനാണ്. അപ്പം 3 കൺസ്യൂമറിലൂടെ പ്രൊമോട്ട് ചെയ്യാം, ഹോൾസെയിലും റീറ്റെയിലൊക്കെ യൂസ് ചെയ്ത് അവിടെ പ്രൊമോട്ട് ചെയ്യാം, പിന്നെ സെയിൽസ് ഇപ്പോൾ കടയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ കടയിൽ നിൽക്കുന്ന സെയിൽസ്മാൻ വരെ നമുക്കിതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അയാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ബോണസ് കൊടുക്കാം, പിന്നെ കോൺടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, സെയിൽസ് മീറ്റിംഗ് ഉണ്ടാവുക, കൺവെൻഷൻസും കോൺഫറൻസുകളൊക്കെ ഉണ്ടാവുക, അതൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൻസർ കീയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി ഈ പ്രാവശ്യം നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് വാല്യുവേഷന് പോകുമ്പോഴും ഇങ്ങനത്തെ പേപ്പറാണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും നമുക്കൊരു ആൻസർ കീ അവൈലബിൾ ആവും. അന്നേരം നിങ്ങൾ എഴുതാൻ പോകുന്ന ആ പരീക്ഷയുടെ കിട്ടുന്ന സമയത്ത് അതുകൂടി അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് എൻ്റെ കയ്യിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, അതായത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ കൂടിയിട്ട് ചെയ്തു തരാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് തന്നെ അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. ഒരുപാട് പേര് ഇതിടുന്ന സമയത്ത് മെസ്സേജ് ചെയ്യാറുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ്റെ വീഡിയോ അതും കൂടി ശേഷം നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിലേക്ക് പോവാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം ഉള്ളത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സെക്കൻഡ് സെം എക്സാമിൽ നമ്മുടെ BBA ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ കോർ പേപ്പേഴ്സിലൊന്നും ആരും ഒന്നും ഫെയിലിയർ വരരുത്. ഇംഗ്ലീഷും ഇതൊന്നും നമ്മുടെ ചാനലിൽ പിന്നെ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. മറ്റുള്ള സോഴ്സുകൾ യൂസ് ചെയ്തിട്ടാണെങ്കിലും അതുകൂടി ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.